ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ശിവരാമനാണെങ്കിൽ പണിയെടുത്തതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് സാലറി തരാവോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഒരു 5000 രൂപ കിട്ടാണെന്നുണ്ടെങ്കിൽ വാടക കുടിശ്ശിക 2 മാസത്തെ കൊടുക്കാനുണ്ടല്ലോ, അത് കൊടുക്കാൻ വെച്ചിട്ടാ ശിവരാമൻ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ മറ്റേ പുള്ളിക്കാരൻ വെറും ഒരു 50ന്റെ 4 നോട്ട് മാത്രമാണ് ശിവരാമന് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ ശിവരാമ, എന്നെ കൊണ്ടിപ്പോ ഇതേ പറ്റുള്ളൂ, താനെ ഇതിനെ വല്ല പഴമോ മധുരപലഹാരങ്ങളോ ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്ക്, പൈസയൊക്കെ സാലറിയൊക്കെ സമയമാകുമ്പോ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണ്. ശിവരാമനെ വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ പണി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുകയാണെങ്കിൽ ആ ഒരു വാടക കുടിശ്ശിക കൊടുക്കാന്നാണ് ശിവരാമൻ വിചാരിച്ചത്. പക്ഷെ അയാൾ ഒട്ടും പൈസ തരുന്ന രീതിയാണെന്ന് ശിവരാമൻ തോന്നുന്നില്ല. അതിനുശേഷം പിന്നീട് അപ്പോൾ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോണത് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ് കാണിക്കാൻ പോണത് തിങ്കളാഴ്ച തന്നെ നമുക്ക് ഓണം സെലിബ്രേഷൻ്റെ എപ്പിസോഡാണ്. നമ്മുടെ ഇന്ദിരമ്മയും അതുപോലെ തന്നെ ശ്യാമളയും ശിവരാമനും ആര്യയും കുഞ്ഞപ്പനും മധു ഒക്കെ കൂടി ചേർന്ന് സന്തോഷമായിട്ട് അത്തപ്പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ട്. ഊഞ്ഞാലയൊക്കെ ആടാൻ വേണ്ടിയുള്ള ഊഞ്ഞാലയൊക്കെ കെട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് ഓണത്തിന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയതിന് ശേഷം ഭയങ്കര സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബൈക്കിൽ നമ്മുടെ അമ്പാടി മാവേലി തമ്പുരാന്റെ വേഷം ഇട്ടുകൊണ്ട് മറ്റൊരു ബൈക്കിൽ അഞ്ജലിയും അർജുനും ഉണ്ട്. അവരുടെ കയ്യിൽ കുറെ പൊതികളുണ്ട് കേട്ടോ. കാരണം ഡ്രസ്സുകളാണ്, വില കൂടിയ കുറെ ഡ്രസ്സുകളും അതുപോലെ ഓണത്തിന്റെ കുറെ ഗിഫ്റ്റുകളൊക്കെ കയ്യിലുണ്ട്. ശേഷം അവിടെ വരുമ്പോഴേക്കും ശ്യാമള വേഗം പോയി തന്നെ മകളെ അഞ്ജലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അഞ്ജലിയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്പാടിയായി ഡാൻസ് കളിച്ച് തുള്ളുന്നുണ്ട്. പത്മേനെ നോക്കുന്നുണ്ട്, പത്മ അമ്പാടിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര അടിച്ചുപൊളി ഓണം ആഘോഷിക്കുകയാണ്. അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും കൂടി എല്ലാവർക്കും ഓണക്കോടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓണം സെലിബ്രേഷൻ്റെ എപ്പിസോഡ് ആ ഒരു ഭാഗമാണ് കാണിച്ചത്. പിന്നീട് കാണിച്ചത് നമ്മുടെ അർജുനും അഞ്ജലിയും കൂടി രാഘവനോട് പറഞ്ഞല്ലോ, എന്തായാലും പത്മ കേസ് തോൽക്കാണെന്നുണ്ടെങ്കിൽ നീ ഈ താലിമാല ഊരി വെച്ച് അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പടിയിറങ്ങണം, എന്താ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി അത് സമ്മതമാണ് എന്നാണ് പറയണത്. അപ്പം അത് കേൾക്കുമ്പോഴേക്കും അർജുന വല്ലാതെ ഷോക്കാവാണ് കേട്ടോ. കാരണം ആ ഒരു അർജുൻ കിട്ടിയ താലിമാലയ്ക്ക് ഇത്രയും ഒരു വിലയെ ഇവർ കൊടുക്കുന്നുള്ളൂ എന്നൊരു രീതിയിൽ അർജുൻ അപ്പം അത്രയും വിലയെ ആ വീട്ടിലുള്ളൂ, അല്ലെങ്കിൽ അഞ്ജലിയുടെ ജീവിതത്തിൽ അത്രയും ഒരു വിലയെ അഞ്ജലി തനിക്ക് തരുന്നുള്ളൂ എന്നൊക്കെ വെച്ചിട്ട് അർജുന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുനും അഞ്ജലിയും ആ ഒരു ഡീലും അഞ്ജലി ആ ഡീലും കാര്യങ്ങളൊക്കെ അതിൻ്റെ നേരെ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ റൂമിൽ അർജുനുണ്ട്. പക്ഷെ എങ്കിലും അർജുൻ ഉണ്ടെങ്കിൽ പോലും അഞ്ജലി അർജുനെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. അഞ്ജലി ആണെങ്കിൽ അഞ്ജലി അർജുൻ ഒന്ന് നോക്കുന്നുണ്ട്. എടോ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അർജുൻ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അഞ്ജലി കിടക്കാനുള്ള പുറപ്പാടാണ്. ഒരു പുതപ്പ് പെട്ടെന്ന് തന്നെ കൊടനതിന് ശേഷം അഞ്ജലി കട്ടിലിൻ്റെ ഒരു സൈഡിൽ മൂലക്കായിട്ട് മാറിക്കിടക്കാണ്, പുതയ്ക്കുന്നുണ്ട്. അഞ്ജലിനെ കുറേ നേരം അർജുൻ നോക്കുന്നുണ്ട്. എനിക്ക് തന്നോട് സംസാരിക്കണം, സോറി, എനിക്ക് നന്നായിട്ട് ഉറങ്ങണം, നിങ്ങളുടെ അച്ഛൻ്റെ വായിന്ന് കേട്ടതൊക്കെ കേട്ടിട്ട് എനിക്ക് വയറ് ശരിക്കും നിറഞ്ഞു, അതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് ഉറക്കം വരുവാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വേഗം തന്നെ കിടക്കുക കേട്ടോ. അർജുൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജലിനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം അഞ്ജലി നല്ല ഉറക്കമാണ്. അഞ്ജലി നന്നായിട്ട് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ അർജുന് ഒറ്റക്ക് സംസാരിച്ച് തുടങ്ങാം കേട്ടോ. പക്ഷെ അഞ്ജലി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല, കള്ള ഉറക്കമാണ് അഞ്ജലി ഉറങ്ങിയത്. അർജുൻ പറയുന്നുണ്ട്, അഞ്ജലി താൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, തൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ അർജുൻ എന്ന് പറഞ്ഞ ഈ ഭാരം എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പോകുവാടോ. എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അഞ്ജലിയുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ അർജുൻ പോകാൻ വേണ്ടി പോവുകയാണ്. എന്തിനാ ഇങ്ങനെ ജീവിക്കണത്? ഞാൻ പോയിക്കിന് തനിക്ക് സ്വസ്ഥമായിട്ടും സമാധാനത്തോടും സന്തോഷത്തോടും തനിക്ക് ജീവിക്കാൻ സാധിക്കും. ഇനി കുറച്ച് ഇതുകൂടി താൻ എന്നെ സഹിച്ചാൽ മതി. അതിനുശേഷം തന്നെ വിട്ട് ഞാൻ പോകും. തന്നെ മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ കൂടപ്പിറപ്പുകളും എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും വിട്ട് ഞാൻ പോകാൻ പോവാണ്. ആർക്കും എന്നോടൊരു സ്നേഹമോ കരുതലോ ഒന്നുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. പിന്നെ ഞാനിതിനെ ജീവിക്കണത്, ഞാനൊരു മനുഷ്യനല്ലേ. ഗുഡ് ബൈ അഞ്ജലി, ഞാൻ അഞ്ജലിനെ വിട്ട് പോകും. തനിക്ക് സുഖമായിട്ട് പിന്നീട് ജീവിക്കാം. തൻ്റെ നിലപാടോടുകൂടി തന്നെ അർജുനൊരു ശല്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ വളരെ വിഷമത്തോടു കൂടി തന്നെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അഞ്ജലി ഒച്ചത്തിൽ കരയാൻ പോലും പറ്റില്ലല്ലോ. വായ മൂടിയിട്ട് അർജുൻ കേൾക്കാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ കണ്ണടച്ചു വെച്ച് ഇങ്ങനെ കടച്ചിൽ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അഞ്ജലി പതിക്കൊന്ന് കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അർജുൻ അങ്ങനെ തന്നെ ഉറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കിടന്നിട്ടില്ല അർജുൻ, കട്ടിലിൽ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ തന്നെ തല ഇങ്ങനെ
മതിലിൽ ചായതിനു ശേഷം അർജുൻ അങ്ങനെ ഉറങ്ങുവാണ്. അർജുൻ ഉറങ്ങി കഴിയുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് പൊട്ടിക്കരയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അർജുൻ ആ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്താണ്. ഇനി ഒരിക്കലും അർജുൻ എന്ന് പറഞ്ഞ ശല്യം അഞ്ജലിക്ക് ഉണ്ടാവില്ല, എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ പോവാണ് അർജുൻ എന്ന രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. കോടതിയിലാണെന്നുണ്ടെങ്കിൽ അഞ്ജലി വരുന്നതിന് മുമ്പേ നമ്മുടെ ജാസ്മിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഹരി വക്കീല് ജാസ്മിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആരിത്, ജാസ്മിൻ വക്കീലോ? ജാസ്മിൻ വക്കീൽ എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇപ്പം അഞ്ജലിയുടെ കൂടെ കൂടിയിരിക്കുകയാണല്ലേ? അതെ, ഞാൻ നിനക്ക് നല്ലൊരു ഓഫർ തരാം. നിനക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രാഘവനുണ്ണി അസോസിയേഷൻ്റെ ഭാഗമാക്കാൻ നിന്നെ ഞാൻ വീണ്ടും രാഘവനുണ്ണി സാറിനോട് പറയാം. ജാസ്മിൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഹരി പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല നീ ചെയ്യേണ്ടത്. എന്തായാലും അഞ്ജലി പത്മ കേസിന് വേണ്ടി കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. കേസ് വാദിക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം നീ കരസ്ഥമാക്കണം. എന്നിട്ട് ആ തെളിവുകളും ആ കാര്യങ്ങളൊക്കെ നീ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരണം. ഞാൻ രാഘവണ്ണി സാറിൻ്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ രാഘവണ്ണി സാറിന് വീണ്ടും നിന്നിൽ പഴയ വിശ്വാസം വീണ്ടും വരും. അങ്ങനെയാണെങ്കിൽ രാഘവനുണ്ണി അസോസിയേഷനിലേക്ക് നിനക്ക് വീണ്ടും കയറാൻ സാധിക്കും. എന്താ ജാസ്മിനെ, ഞാൻ പറഞ്ഞ ഈ ഒരു ഡീലിന് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഹരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അഞ്ജലി വേറൊരു മൂലക്ക് മാറി നിൽക്കണ്ട കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലി ഹരിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ, ഹരിവക്കീലെ ഡീല് നല്ല സൂപ്പർ ഡീലാണല്ലോ. ജാസ്മിൻ്റെ തീരുമാനം എന്താ? എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാനാണോ, അതോ പഴയ ആ വലിയ വക്കീലിൻ്റെ ആ ഒരു അസോസിയേഷനിൽ പോയി ജോയിൻ ചെയ്യാനാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട്, എന്തായാലും പട്ടിപ്പണിയെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. രാഘവനുണ്ണി അസോസിയേഷൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പട്ടിപ്പണിയെടുത്ത് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. കോടതി കഴിഞ്ഞാലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല. എന്തിനും തെറ്റിയാലോ എന്തിനും എതിർത്ത് പറഞ്ഞാലോ ചെയ്തു കഴിഞ്ഞാൽ രാഘവനുണ്ണി വക്കീലിൻ്റെ വായിലിരിക്കണത് എല്ലാം തന്നെ കേൾക്കണം. എൻ്റെ വീട്ടിലെ അവസ്ഥ കൊണ്ട് ഞാൻ രാഘവനുണ്ണിയുടെ അസോസിയേഷനിലെ ഭാഗമായത്. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലിനെ ഞാൻ ചതിക്കില്ല. അഞ്ജലിയുടെ കൂടെ ഞാൻ നിൽക്കാം എന്ന് ജാസ്മിൻ പറയാണ്. ഹരി ശരിക്കും ചമ്മി നാണം കെട്ട് പോകുക കേട്ടോ. അതിനുശേഷം ജാസ്മിനും നമ്മുടെ അഞ്ജലിയും കൂടി ചേർന്ന് കോടതിയുടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹരി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ജാസ്മിനെ വരുതിയിലാക്കിയേ പറ്റൂ. അവിടേക്ക് കുറിപ്പ് വരുന്നുണ്ട്. രാഘവനോട് അടുത്ത് പറയുന്നുണ്ട്, എടോ, എൻ്റെ മകൻ്റെ കാര്യത്തിൽ എന്താണ് തൻ്റെ തീരുമാനം? ഇന്നെന്തായാലും കോടതി വിധി വരുമല്ലോ. അതിനുശേഷം എനിക്ക് തന്നെ ശരിക്കും ഒന്ന് കാണാനുണ്ട്. ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നേന്നുണ്ടെങ്കിൽ രാഘവനുണ്ണി എൻ്റെ നിലപാടൊക്കെ ഞാനങ്ങ് മാറ്റും എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കോടതിയിൽ നിന്ന് അപ്പുറത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ. രാഘവനുണ്ണിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇനി കേസ് തോറ്റു കഴിഞ്ഞാൽ ഈ കുറിപ്പ് തന്നെ ശംഖുചക്രം എടുത്ത് കത്തിക്കോലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ രാഘവനുണ്ണിക്ക്. അപ്പം എത്രയൊക്കെ ഭാഗമാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. വലിയൊരു വീക്കെൻഡ് പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.